ഹായ് ഗേൾസ്, ഇന്ന് നമ്മുടെ ഒരു പ്രോഗ്രാം ദിവസമാണ്. ഞങ്ങളപ്പോൾ രാവിലെ പ്രോഗ്രാമിന് പോകണം. കരുനാഗപ്പള്ളിയിലാണ് പ്രോഗ്രാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളാണെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ധ്വനി എന്ന് പറയുന്ന കുട്ടി, ഇതാണ് ധ്വനി. അവളപ്പം കല്ലുംതാഴത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ പകുതി വെച്ച് നമ്മൾ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിനകത്ത്. ഇനി ഒരാളൂടെ ഉണ്ട്, സ്വാതി ഉണ്ട്. അപ്പോൾ തെന്നൽപ്പിയിൽ അവളുണ്ട്. അപ്പോൾ അവൾ കരുനാഗപ്പള്ളിയോട് ഡയറക്റ്റ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വിശന്ന് വലഞ്ഞ് വരുന്ന സമയത്താണ് കരുനാഗപ്പള്ളി ചവറയിലുള്ള ഒരു കുടുംബശ്രീ മിഷൻ നടത്തുന്ന ഹോട്ടൽ ഞങ്ങളെ കണ്ടിപ്പെട്ടത്. അപ്പം തന്നെ എല്ലാവരും ഇവിടെ ചാടി ഇറങ്ങി ഹോട്ടലിനകത്ത് കയറിയപ്പോഴോ ഹോട്ടലിൻ്റെ പുറത്ത് ഫുള്ള് തിരക്കിയിരിക്കാൻ സീറ്റില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഫാമിലി റൂമുണ്ട്, അതിനകത്തോട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ചേച്ചിമാർ നമ്മളെ ഫാമിലി റൂമിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ എല്ലാവരും വിശന്ന് കോഞ്ഞാട്ടമായിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ആദി, ഇത് നാഹിദ്, ഇതാണ് ധ്വനി, ഇത് നമ്മുടെ അവിടെ ജോലി ചെയ്യുന്നൊരു ചേച്ചിയാണ്. അതിന് അങ്ങനെ ഞങ്ങളുടെ ഊണ് വന്നു. ഞങ്ങൾ 4 പേര് ഊണാണ് പറഞ്ഞത്. അച്ചു ആണ് ബിരിയാണി പറഞ്ഞത്. ദക്ഷിത്തിന് ഡയറ്റാണ്, അതുകൊണ്ട് അവൻ ഫുഡൊന്നും കഴിച്ചില്ല. ഊണിൻ്റെ കൂടെ ഒരു കരിമീൻ ഫ്രൈയും ഫിഷ് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണ് പകുതി ആയപ്പോഴാണ് കിട്ടിയത്. പിന്നെ അച്ചുവിൻ്റെ ബിരിയാണി നല്ലതായിരുന്നു. കരുനാഗപ്പള്ളി ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചവറ കയറി ഈ കുടുംബശ്രീ മിഷനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ മറക്കരുത്. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. നാഹുവിൻ്റെ കുറേ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, അതുകൂടാതെ ഞങ്ങളുടെയും പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. സമയം തീരെ ഇല്ലാതെ അങ്ങനെ പ്രോഗ്രാം സ്ഥലത്തെത്തി. പെട്ടെന്ന് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് സമയമൊന്നും നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പ്രോഗ്രാമിന് എല്ലാവർക്കും പൊതുവെ ഇച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു. കാര്യം ബാൻഡ് മേളമായിരുന്നു. നമ്മൾ സാറിന് തമ്പോലത്തിനും ഡി ജെക്കും ഒക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ഒരുമാതിരി പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചിറങ്ങി. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.